അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ആദരിക്കേണ്ടത്? അവിടുത്തെ വാക്കുകൾ പറയുമ്പോൾ ആദരവുണ്ടായിരിക്കണം. ഇപ്പോ ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, ഖുർആൻ കേട്ടാൽ മിണ്ടാതിരിക്കണം എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിന് സമാനമായി ഹദീസുകൾ കേട്ടാലും അതിന് ശ്രദ്ധയോടുകൂടി മിണ്ടാതിരിക്കണം എന്ന് അള്ളാഹു റസൂൽ ഹദീസ് പറയുന്നുണ്ടെങ്കിൽ കേട്ടിരിക്കണം, വർത്താനം പറയരുത്, ശബ്ദം ഉയർത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് പറയുന്ന സ്ഥലത്ത് ഒച്ച ഉയർത്തരുത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നതിന് വേണ്ടി ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ചെരുപ്പ് ധരിക്കുകയും ശരീരത്തിൽ സുഗന്ധം പുരട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാം. ഹദീസ് പറയാൻ വേണ്ടി വരുമ്പോൾ ഹദീസിനോടുള്ള ആദരവ് കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് അതിൽപ്പെട്ടതാണ്. ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ആദരവുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളം അവൻ തൗഹീദിന് പ്രാധാന്യം കൊടുക്കാന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ ഏറ്റവും അധികം ശ്രദ്ധിച്ച ആളായിരുന്നു. പലപ്പോഴും ഈ ആദരവിന്റെ പേര് പറഞ്ഞ ആൾക്കാർക്ക് തൗഹീദ് പഴക്കാറുള്ളത്. ആദരവ് ഉള്ളതിന്റെ യഥാർത്ഥ അടയാളം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് കാണിച്ചതിനോട് ആദരവ് കാണിക്കാന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലാ അഅലമു അന്നക ഹജർ ലാ തൻഫഉ വലാ തദുർ. നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം, നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവാണ്. അതാണ് ആദരവ്. അങ്ങനെയാണ് ആദരിക്കേണ്ടത്. അള്ളാന്റെ റസൂൽ എന്തിന് ആദരവ് കൊടുത്തു അതിനെ ആദരിക്കുക. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക ലമാ ഖബ്ബൽതുക. അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. അത് ആദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബൈഅത്തു റിദ്വാൻ കരാർ ചെയ്തത് ഒരു മരത്തിന് താഴെയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ചില ആളുകൾ ഇത് ബൈഅത്തു റിദ്വാനിന്റെ മരമാണ് എന്ന പേരിൽ ഒരു മരത്തിന്റെ പുറകെ കൂടി. സഹാബികൾ പറഞ്ഞു നിൽക്കണം, ആ മരം ബൈഅത്ത് ചെയ്തതിന് ശേഷം പിന്നെ ആ മരം ഏതായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല. അവിടുന്ന് പോയതിനു ശേഷം അത് ചില റിവായത്തുകൾ കാണാം, അതൊരു ഫിത്നക്കുള്ള തടയിടലായിരുന്നു. പിന്നെ ആൾക്കാർ ആ മരത്തിന്റെ പിന്നിലായി. ആ മരം ഏതായിരുന്നു എന്ന് ആളുകൾക്ക് പിന്നെ മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ഒരു മരം ബൈഅത്തു റിദ്വാനിന്റെ മരമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറകിൽ കൂടാൻ തുടങ്ങി. അത് അറിഞ്ഞ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പന കൊടുത്തു, അത് വേരോട് കൂടി പിഴുതു പുറത്തേക്ക്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവാണ്. അതുപോലെ തന്നെ ശാഫിഈ ഇമാം പറഞ്ഞതായി കാണാം, എന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരികളുടെ കൽപ്പന പ്രകാരം കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകൾ തട്ടി നിരപ്പാക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം ഷാഫി പറയാൻ, ഫുഖഹാക്കളിൽ ഒരാൾ പോലും അതിനെ എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് അള്ളാഹുവിന്റെ റസൂലിനുള്ള ആദരവാണ്. കെട്ടിപ്പൊക്കിയ ഖബർ തട്ടി നിരപ്പാക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവാണ്. ഇന്ന് ആൾക്കാർ പറയുന്നത് കണ്ടില്ലേ, ഈ ഗവൺമെന്റ് വന്നിട്ട് അവിടെ മസ്ജിദ് നബിയിൽ എത്ര ഖബർ പൊക്കിയിട്ടുണ്ടായിരുന്നു, ഒക്കെ പൊളിച്ചു കളഞ്ഞു. കണ്ടില്ലേ, റസൂലുള്ളാഹിനോട് ആദരവില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ് അവർ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അലി ഇബ്നു അബീ ത്വാലിബിനോട് നൽകിയ കൽപ്പനയായിരുന്നു അത്. അലി ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹത്തിന്റെ അമീറായിരുന്ന അബുൽ ഹയ്യാജ് അസദിയോട് പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ് വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്. നാട്ടി നിർത്തിയ ഒരു രൂപവും ഒരു വിഗ്രഹവും നീ തകർക്കാതെ വിട്ടേക്കരുത്. ശിർക്കിന് വഴിയൊരുക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഒന്നിനെ നിർത്തരുത്. ഇന്ന് ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയാൽ അതൊക്കെ സംസ്കാരമായിരുന്നു. നമ്മുടെ പഴയകാലത്തെ സാംസ്കാരിക അടയാളങ്ങളാണ്, അവശേഷിപ്പുകളാണ്. ഒന്നിനെ നിർത്തരുത്, തകർത്തേക്ക്. വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്. ഉയർത്തി നിർത്തിയ ഏതൊക്കെ ഖബറുകൾ ഉണ്ടോ അതൊക്കെ നീ തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽപ്പെട്ടതാണ് കെട്ടി ഉയർത്തിയ ഖബറുകൾ നിരപ്പാക്കുക എന്നുള്ളത്. സഹോദര, അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയാണ് നിരപ്പാക്കണമെന്നത്. അത് നീക്കം ചെയ്യുക എന്നതാണ് റസൂലുള്ളാഹിനോടുള്ള ആദരവ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇമാമിന്റെ മദ്ഹബ് അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഏതൊക്കെ കിതാബ് എടുത്തോ ഒരു കിതാബിലുമില്ല. പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബ് ഖബറിന്റെ വിഷയത്തിൽ ഇത്രയും വിശദമായ കൽപ്പനകൾ വന്ന വേറെ മദ്ഹബ് ഉണ്ടാവില്ല. അത്രയും ശക്തമായി ഷാഫിഈ മദ്ഹബിൽ ഈ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടു. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽപ്പെട്ടതാണ് അവിടുന്ന് ആദരിച്ചതിനെ ആദരിക്കുക, അവിടുത്തെ ആദരിക്കാൻ. അപ്പൊ അവിടുത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നീ ചെയ്യരുത്. ഖബറിന്റെ അടുത്ത് പോയാൽ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നാൽ ചില ആൾക്കാർ
നിസ്കാരത്തിലുണ്ടാവില്ല എത്ര തഖ്വ. അങ്ങനെയാണ് അവിടെ നിൽക്കുക. അവിടെ നിന്നിട്ട് തന്റെ വിഷമങ്ങൾ പറയുന്നു, പ്രയാസങ്ങൾ പറയുന്നു. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഹുജറത്ത്, അതിന് ചെറിയ ഓട്ട ഒരു കാലത്ത് വന്നു. അങ്ങനെ ഇരിക്കെ അലി ഇബ്നു അബീ താലിബിന്റെ പേരക്കുട്ടിയായ സൈനുൽ ആബിദീൻ അദ്ദേഹം നോക്കുമ്പോഴുണ്ട് ആ ഒരു മനുഷ്യൻ ആ ഓട്ടന്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യുന്നു. ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്, റസൂലിനോടല്ല പ്രാർത്ഥിക്കുന്നത്, അള്ളാഹിനോടാണ് ദുആ ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം അവിടത്തേക്ക് ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എന്റെ പാപ്പ വല്ലിപ്പയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബറി വസനൻ യുഅബദ്. അള്ളാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞു. നീ ഇവിടുന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, അതേ അള്ളാഹുടെ ദുആ ചെയ്ത് ഖബറിന്റെ. അതിന് തെളിവായി സഹാബികൾ കണ്ട ഹദീസ് നോക്കൂ. ഏതാ ഹദീസ് നോക്കൂ? ഖബറിന് വിഗ്രഹമാക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഖബറിന്റെ അടുത്ത് ഇബാദത്ത് ചെയ്ത് അതിനുള്ള സ്ഥലമാക്കി അതിനെ മാറ്റിയാൽ ഖബർ വിഗ്രഹമാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിന്റെ ഭാഗമാണ് അവിടുന്ന് ആദരിച്ചതിനെ ആദരിക്കുക എന്നത്.